ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൈൻ വിത്ത് ദിവസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയ്ക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പം നമ്മുടെ കസ്റ്റർഡ് മിൽക്ക് ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പാൽ. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഡ്രോപ്സ് ഓഫ് വനില എസൻസ് വേണം. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, ഞാൻ 500 ml പാലിനാണ് ഈ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പാൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റർഡ് പൗഡറിൻ്റെ അളവ് നിങ്ങൾ കൂട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പാലുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട കുത്താതെ നല്ല ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ പാലിൽ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലൊട്ടും തന്നെ ലംസ് ഇല്ലാത്ത രീതിയിൽ എടുക്കാം. നമ്മുടെ കസ്റ്റർഡ് പൗഡറും പാലും കൂടി ചേർത്ത മിക്സ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു അടികട്ടിയുള്ള പാത്രം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോസ് പാനോ കടായോ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബോയിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇളക്കണത് നിർത്താൻ പാടില്ല. പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺസാണ് എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം നോക്കിയതിന് ശേഷം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അതൊരു ആവറേജ് മധുരമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ ഷുഗറെല്ലാം നന്നായി മെൽട്ടായി പാലിൻ്റെ കൂടെ യോജിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം. മധുരം കുറവാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഷുഗർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷമാണ് നമുക്കിനി കസ്റ്റർഡ് പൗഡർ ചേർക്കേണ്ടത്. അപ്പോൾ പാലും പഞ്ചസാരയും ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമുക്കിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചേർത്താൽ കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമ്മൾ ശരിക്കും നോർമൽ ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെ ചെയ്യുന്നോ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഫ്രൂട്ട് കസ്റ്റർഡ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അതിനെ തിക്കാവുന്നത് വരെ കുറുക്കിയെടുക്കും. ഞാനിപ്പോൾ അത് മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് അത്രയ്ക്കും കുറുക്കുന്നില്ല. ഈ കൺസിസ്റ്റൻസി നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം കസ്റ്റർഡ് മിൽക്ക് ഷേക്കിൻ്റെ കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവായിരിക്കണം. കുറച്ചൊരു തിക്നെസ്സും ഉണ്ടാവും, എന്നാൽ അധികം വാട്ടറി അല്ല. അപ്പോൾ അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഈ ഫ്രൂട്ട് കസ്റ്റർഡിൽ ഇടാനുള്ള ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ അളവ് ഇത്രയ്ക്കും ചേർക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് മതിയെങ്കിൽ അത്ര ചേർത്താൽ മതി. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി സൈഡിൽ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം അതിൻ്റെ ചൂട് ആറാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ അതിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കസ്റ്റർഡ് മിക്സ് നന്നായി ആറി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റർഡ് മിക്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സെർവ് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിതിപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായി ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ശേഷം നമ്മളൊരു 2 hours ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, നോർമൽ ഇതിൽ വെച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തു. കുറച്ച് പോമഗ്രാനൈറ്റ് ഗ്രേപ്സ് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം ഫ്രിഡ്ജിൽ ഒരു 2 hours വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 hoursന് ശേഷം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക അങ്ങനെയുള്ള ഒരു തരം പ്രോസസ്സും ഇല്ല. ഇത് സൂപ്പർ യമ്മി ആൻഡ് ഹെൽത്തിയാണ്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നട്ട്സ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിരുന്നു. സോ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. If you like this video, please subscribe, like, share and comment. Thank you.